അത് വെറുതെ തോന്നിയതായിരിക്കും. കുട്ടികളോട് പാരന്റ്സ് പലപ്പോഴും അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന കാര്യം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഒരു സാധനം വെച്ചിരുന്നല്ലോ, അത് കണ്ടോ, അത് ചിലപ്പോൾ അവർ ഉപയോഗിക്കേണ്ടാത്ത സാധനമാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും. ആ സമയത്ത് കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടുമെന്നാണ് എല്ലാ പാരന്റും വിചാരിക്കുന്നത്. വാസ്തവത്തിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ നമ്മൾ കാര്യങ്ങൾ വളച്ചൊടിക്കുമ്പോൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് തന്റെ പാരന്റിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുക. പിന്നീട് അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻസൈറ്റി ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. വളർന്ന് അഡൾട്ട് ആകുമ്പോൾ തന്റെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഹൈപ്പർ വിജിലൻസോട് കൂടിയായിരിക്കും ആ കുട്ടി നിൽക്കുക. അതായത് എല്ലാത്തിനും എവിഡൻസ് സീക്ക് ചെയ്താൽ മാത്രമേ തനിക്ക് സംഭവിച്ച ആ ഒരു റിയാലിറ്റിയെ ഈ പുറം ലോകം വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളൊരു മനസ്സോട് കൂടിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് റിയാലിറ്റി ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും എപ്പോഴും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് പ്രവണത ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തേക്കുക. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയുള്ള പാരന്റിംഗ് ആണ് ലഭിച്ചത്, പാരന്റിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ് എന്നതിനെയൊക്കെ ആസ്പദമാക്കിയാണ്.